നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, മർത്യനും ദൈവവും ഈ ത്യാഗവേദിയിൽ നിത്യം ലയിക്കുന്ന നിമിഷങ്ങളെ, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ, സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളെ. ഞാൻ വളരെ തിരക്കിട്ട സമയം, എന്നാലും അച്ഛനെ ഒന്ന് ഓടി ഒന്ന് കാണാൻ വേണ്ടി വന്നു. ഓക്കെ. ജോജോ വയലിൽ, ജോജോ ഭാഗവതർ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. കാരണം ക്രിസ്തീയ ഭക്തിഗാനത്തോട് ഒത്തിരി ആഭിമുഖ്യമുള്ള ഒരു ഗായകൻ, ധാരാളം കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കച്ചേരി നടത്തുന്ന ഒരു ഭാഗവതരുടെ ശുശ്രൂഷയാണ് അദ്ദേഹം നടത്തുന്നത്. സമയമുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതായത് നമ്മളന്ന് ആ ഈശ്വര സമ്മന നിശിഹ എന്ന് പറഞ്ഞൊരു കീർത്തനം എഴുതി റെഡിയാക്കി പാടിയില്ലേ? അതെ. പക്ഷെ ഞാനത് ഒന്നുകൂടെ ഒന്ന് ലൈവായിട്ടൊന്ന്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അച്ഛൻ്റെ അടുത്ത് ഒന്നുകൂടെ പാടുക, അച്ഛൻ പറഞ്ഞു തന്ന് അതൊന്ന് പാടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും. അങ്ങനെയാണ് നമ്മളത് ശമ്പളം മുടങ്ങി ഇരുന്നുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ പാടുന്നത്. പിന്നെ എന്നാ, തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ല. നമുക്ക് എവിടെയാണെങ്കിൽ കാർപ്പറ്റൊക്കെ ഉണ്ട്, എവിടെ ഇരിക്കാം. അപ്പോൾ ഗമഗരിഗ പരിഗ സാ നി സനി ധനി രി സാദാ പ പമഗ പ സനി ധ ഗ മ ധ പ സ ഗ പ ധ പ മ ഗ രി സാ രി ഗ പമഗ പ സനി ധ ഗ മ ധ പ ഗ സ ഗ പ ധ പ മ ഗ രി ധ നി സാ. അച്ഛോ, ഈശോ സ്തുതിയായിരിക്കട്ടെ. അച്ഛനെ കണ്ടിട്ട് ഒത്തിരി കാലമായി. ഞാൻ വളരെ വർഷങ്ങളായി അച്ഛനെ ഇപ്പം മിസ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ കീർത്തനങ്ങളെക്കുറിച്ച് നല്ലൊരു കീർത്തനം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അച്ഛനെ ഞാൻ സമീപിക്കുന്നത്. അപ്പോൾ കോതമംഗലത്തെ ആശ്രമത്തിൽ വന്ന് ഞാനൊരു കീർത്തനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് മധുരമണിയരുടെ അത് തന്നെ. അച്ഛൻ ഈ കീർത്തനത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച്? തീർച്ചയായിട്ടും. കാരണം മധുരാമണിയരുടെ ഒരു കീർത്തനത്തെക്കുറിച്ച് അന്ന് പറഞ്ഞത് പിന്നീട് ഞാനും പലയിടത്തും പറയാനിടയായിട്ടുണ്ട്. സ്വരങ്ങൾ മാത്രമുള്ളത്, സാഹിത്യമില്ലാത്തത്. അപ്പം അങ്ങനെ ഒന്നിന് സാഹിത്യം നൽകി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും എനിക്കുണ്ട്. അതാണ്. അപ്പോൾ ഈ കീർത്തനത്തെക്കുറിച്ച് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഇതിൽ. അതായത് മധുരമണിയർ ബ്രിട്ടീഷ് ബാൻഡിലെ ഉദ്യോഗസ്ഥനുമായിട്ട് മധുരയിൽ നിന്നും ചെന്നൈക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ അവർ സംഗീതത്തെക്കുറിച്ചാണ് അവരുടെ ചർച്ചകളും ചിന്തകളും ഒക്കെ. അങ്ങനെ സംഗീതത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് അവർ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ ഈ ട്രെയിനൊരു താളമുണ്ട്, ചിക്ക് 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 ചിക്ക്. ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ ഒരു താളത്തിൽ ഒരു കീർത്തനത്തെക്കുറിച്ച് ഇവരിങ്ങനെ ചിട്ട ചെയ്ത് അതിനെക്കുറിച്ച് അവർ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് മധുരമണിയൊരു സ്വരങ്ങൾ അതിനിട്ടു. അതായത് ബ്രിട്ടീഷ് ബാൻഡ് ഉദ്യോഗസ്ഥന് ഇതൊരു ശങ്കരാഭരണ രാഗമാണ്. ഈ രാഗത്തിൽ ആണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വളരെ വ്യക്തമായിട്ട് ഈ സ്വരങ്ങളെക്കുറിച്ച് ഒരു ചർച്ച വന്നു. അപ്പോൾ ആ സ്വരങ്ങൾ എങ്ങനെയാണെന്ന് പാടാമോയെന്ന് ചോദിക്കുമ്പോൾ മധുരമണിയർ അതിനൊരു സ്വരം ചിട്ടപ്പെടുത്തുകയാണ്. ഗമഗരിഗ പരിഗ സാ നി സനി ധനി രി സാദാ പ
പമഗ പസനീതഗമദ പാഗ സഗ ദപമഗരി സാരിഗ പമഗ പസനീതഗമദ പാഗ സഗ ദപമഗരി ധനി സാ. ഈ സ്വരങ്ങളാണ് അന്ന് ചിട്ടപ്പെടുത്തുന്നത്. അല്ല, ഇതിനകത്ത് ബ്രിട്ടീഷിലെ ബാൻഡിന്റെ അംശം എന്തായിരുന്നു ഇവിടെ എന്ന്? ബ്രിട്ടീഷിൻ്റെ ബാൻഡ് ഇവർ തീർച്ചയായിട്ടും ഇവരുടെ വലിയൊരു സെറമണി, അതായത് വലിയ ഫങ്ഷൻസിനൊക്കെ ഈ സ്വരങ്ങളാണ് ബാൻഡിൽ ഇവർ വായിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് രാജ്ഞി വരുമ്പോഴും അല്ലെങ്കിൽ ബ്രിട്ടീഷിൽ വളരെ അന്നത്തെ അവരുടെ ആ ഒരു കൾച്ചറിൻ്റെ, കൊളോണിയൽ വാഴ്ചയുടെ ആ കൾച്ചറിൻ്റെ ആയിട്ട് അവർ ഈ സ്വരങ്ങളാണ് ബാൻഡിൽ ഇവർ വായിക്കുന്നത്. അപ്പം അതാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ട് വന്നതും ട്രെയിനിലിങ് വരുന്ന വഴിക്ക് ഈ കീർത്തനം ചിട്ടപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം. അദ്ദേഹം അപ്പം മധുരം മണിയേർ വളരെയധികം സ്ഥലങ്ങളിൽ ഈ കീർത്തനങ്ങൾ ആലപിക്കുകയും ഈ സ്വരങ്ങൾ ആലപിക്കുകയും അപ്പോൾ ഇതുവരെ ഒരു സാഹിത്യമില്ല. അപ്പോൾ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാനത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് പനച്ചിക്കലച്ഛനെ കുറിച്ച് ഓർമ്മ വന്നതും അച്ഛനെ പിന്നെ ഒരു യാത്രയായിരുന്നു അച്ഛനെ കാണാനായിട്ട്. അച്ഛനെ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ആളല്ല, കാരണം അച്ഛൻ എപ്പോഴും തിരക്കും ധ്യാനങ്ങളും ധ്യാനത്തിൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ തിരക്ക് ഉള്ളൊരു അച്ഛനായിരിക്കുന്നത് കൊണ്ട് ഞാൻ അച്ഛനെ പലവട്ടം വിളിക്കുകയും ഒക്കെ ചെയ്ത് അച്ഛനെ ഒരു ദിവസം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛൻ്റെ സ്ഥലത്ത് കോതമംഗലത്തുള്ള ആശ്രമത്തിൽ എത്തുകയും അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്ത് അപ്പം അച്ഛനെ കീർത്തനം അല്ല എൻ്റെ സ്വരങ്ങളൊന്ന് ഒന്ന് പാടാമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ അച്ഛന് ആ സ്വരങ്ങൾ ഞാൻ പാടി കൊടുക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കച്ചേരി പാടുമ്പം സാധാരണ ഞങ്ങൾ തനിയാവർത്തനം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് മൃദംഗത്തിൻ്റെ ഒരു ചൊല്ല് വായിക്കുന്നു, ഉടനെ അത് കടം വായിക്കുന്നു, മോർശങ്ക് വായിക്കുന്നു, തബല വായിക്കുന്നു, പിന്നെ ഘടം വായിക്കുന്നു. അപ്പോൾ ഈ ഒരാൾ ഒരു ചൊല്ല് വായിക്കുമ്പം അതനുസരിച്ചാണ് മറ്റുള്ളവർ അതിന് മറുപടിയായിട്ട് അടുത്ത ചൊല്ല് പറയുന്നത്. പിന്നെ തനിയാവർത്തനം എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സ്വരങ്ങൾ പാടുമ്പോൾ അച്ഛൻ ആ സെക്കൻഡിൽ തന്നെ, അതിന് ഒട്ടും സമയമെടുത്തില്ല എന്നുള്ളതാണ്. ആ സെക്കൻഡിൽ തന്നെ ഉടനെ അച്ഛൻ അവിടെ ഇരുന്ന കസേരയിരിക്കുന്നു, ഞാൻ ഇതുപോലെ നിലത്തിരിക്കുന്നു. അച്ഛന് അപ്പം തന്നെ ഈശ്വര സമന മിശിഹ. ഇപ്പം ഇത് ഗാമഗരിക പരിക സാ. അപ്പം നമ്മുടെ എല്ലാ കീർത്തനങ്ങൾക്കും ഭാരതീയ പാടുന്ന കീർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ സ്വരങ്ങളുണ്ട്. അപ്പം നമ്മൾ അന്നാപസക പാടിയാലും പരിശുദ്ധാത്മാവ് എന്നുള്ള പാട്ട് പാടി ഇതിനെല്ലാം ഈ സപ്തസ്വരങ്ങളുടെ ഒരു ബാക്കപ്പ് അതിന് പിന്നിലുണ്ട്. അപ്പോൾ അച്ഛനിത് എനിക്ക് അച്ഛനെ ഞാനൊരു വെർസറ്റൈൽ ജീനിയസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നതും കാണുന്നതും. അച്ഛനെ അതുപോലെ എനിക്ക് അച്ഛൻ്റെ പാട്ടുകളെക്കുറിച്ച്, കാരണം അച്ഛൻ്റെ നിത്യ തീർക്കുന്ന നിമിഷങ്ങളെ എന്നുള്ളൊരു പാട്ട് പാടിയാണ് എനിക്ക് ധാരാളം വേദികളിൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ കീർത്തനത്തെക്കുറിച്ച് ഞങ്ങളുടെ പാലാ കത്തീഡ്രൽ പള്ളിയിലെ ജോൺ പൊതിട്ടലച്ചനാണ് ഈ പാട്ട് നീ പാടിയാൽ നമുക്ക് മത്സരത്തിനായിട്ട്, അന്ന് സൺഡേ സ്കൂൾ മത്സരത്തിന് ഫസ്റ്റ് കിട്ടണമെന്നാണ് ആഗ്രഹം മുഴുവൻ. അച്ഛൻ്റെ ഈ പാട്ട് എങ്ങനെ പാടിയാലും അതിന് ഫസ്റ്റ് പ്രൈസാണ് എനിക്ക് എപ്പോഴും കിട്ടിയിരുന്നത്, അന്ന് നിത്യ തീർക്കുന്ന നിമിഷങ്ങൾ എന്നുള്ള ഗാനം. അപ്പോൾ ഒരുപക്ഷെ ആ നമ്മുടെ ബൈബിളിൻ്റെ കംപ്ലീറ്റ്, അതായത് A to Z എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഈശോയുടെ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ആ നിത്യ തീർക്കുന്ന നിമിഷങ്ങളെ എന്നുള്ള ആ ഗാനത്തിൽ അച്ഛൻ രചിച്ചിട്ടുണ്ട്. അത് യേശുദാസാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അത്ര മനോഹരമായിട്ട് പാടിയൊരു കീർത്തനം ഞങ്ങൾ പള്ളിയിൽ ഞായറാഴ്ച ഇവിടെ പാടുമ്പോൾ തീർച്ചയായും ഈ അച്ഛൻ്റെ ഗാനങ്ങളാണ് കൂടുതലും ഞങ്ങൾ ആലപിക്കുന്നത് കത്തീഡ്രൽ പള്ളിയിലെ ഞായറാഴ്ചത്തെ 7:10 കുർബാനയ്ക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ അച്ഛനെ അന്ന് കണ്ടിട്ടുമില്ല, അന്ന് ഞാൻ ഒരു 15-16 വയസ്സ് പ്രായമുള്ള സമയമാണ് അന്ന്. ആ സമയം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി, ആ സമയങ്ങളിലാണ് അച്ഛൻ്റെ ഈ കീർത്തനം പാടിയോ. അതായത് മിഷനിൽ എന്തുമാത്രം മത്സരങ്ങളുണ്ടോ അവിടെ എല്ലാം ഈ പാട്ടാണ് കൊണ്ടത്. അവിടെ എല്ലാം ഫസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി എത്ര ഇച്ചിരി മോശമായിട്ട് പാടിയാൽ പോലും, ഇപ്പം നമുക്ക് ഇച്ചിരി ജലദോഷം ഒക്കെ പാടിയാൽ പോലും അതിന് സമ്മാനം കിട്ടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതെൻ്റെ ഒരു മാസ്റ്റർ പീസ് പാട്ടായിട്ടൊന്ന് തീർന്നെന്ന് പറഞ്ഞാൽ മതി. കാൽവരിക്കുന്നിലെ ത്യാഗഫലങ്ങൾ നിത്യവും ഭാഗിച്ചു തരുന്നവനേ, സ്നേഹിച്ചു സ്നേഹിച്ചി കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര, സ്നേഹിച്ചു സ്നേഹിച്ചി
കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ ദൈവപുത്ര വരൂ വരൂ അവതരിക്കൂ. ഒരുപാട് ദൈവശാസ്ത്രവും ദൈവാനുഗ്രഹങ്ങളും, അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ വരവ് എല്ലാം ആ പാട്ടിൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് അന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ഈ കുടുംബജീവിതക്കാരനായ ഞാൻ പോലും ഇപ്പം ചിന്തിക്കുകയാണ്, അന്നൊരു അച്ഛനെ ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനൊരു അച്ഛനായി പോയനെന്ന് എൻ്റെ വിചാരം. കാരണം അന്ന് അച്ഛനെ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം അന്ന് ഈ ജോണച്ചനാണ് ഈ പാട്ടെടുത്ത് എനിക്ക് തരുന്നത്. ഞങ്ങളുടെ പാലാ കത്തീഡ്രൽ പാട്ടിന്റെ ആദ്യത്തെ റെക്കോർഡ് ചെയ്ത് വന്ന പാട്ടാണ്. ആദ്യത്തെ പാട്ട്. അപ്പോൾ അതിലുള്ള ആ ദൈവശാസ്ത്രത്തിൻ്റെ ആ സത്യത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് ബൈബിള് എന്താണെന്നുള്ളത് വിശ്വാസം വളരെ ആസ്വദിച്ച് പാടിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് വളരെ മനോഹരമായിട്ട്. പിന്നെ ജോബ് മാസ്റ്റർ ആണ് അതിൻ്റെ സംഗീതം. ജോബാൻ ജോർജാണ് അതിൻ്റെ സംഗീതം. അത്ര മനോഹരമായിട്ട് അതിൻ്റെ ആ വയലിൻ പീസൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ അസിസി പുണ്യാളെന്ന് പറഞ്ഞാൽ ആ വയലിൻ സ്വർഗീയ സംഗീതമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്വർഗീയമായിട്ടുള്ള അച്ഛൻ്റെ എനിക്ക് അന്ന് സ്പാർക്ക് ചെയ്ത അച്ഛൻ്റെ ദൈവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും ആ പാട്ടിലാണ് ശരിക്കും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു തോന്നൽ, ഇതുപോലെ തന്നെ ഈ നിത്യം തീർക്കുന്ന നിമിഷങ്ങളെ പോലെ തന്നെ ഒരു പാട്ട് ഈശോ ജനിച്ചപ്പം മുതൽ ഉത്ഥാനം വരെയുള്ള, ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അതാണ്. വെച്ചാൽ ഇത് ഒത്തിരി ഒരു 15 മിനിറ്റോളം വരും ഇതിൻ്റെ സ്വരങ്ങൾ. അപ്പോൾ അത് ഈശോ ജനിക്കുമ്പം മുതൽ ഉത്ഥാനം വരെയുള്ള ഒരു കീർത്തനമായിട്ട് ഇതിനെ ഒന്ന് മാറ്റണം. ആ പാട്ട് എഴുതിയതിനെക്കുറിച്ച് എനിക്ക് എപ്പോഴും തോന്നുന്നത് കൃപയ്ക്ക് എല്ലാം വഴങ്ങുമെന്നുള്ളതാണ്. ആദ്യം ഞാൻ പാട്ട് എഴുതിയിട്ട് അതിന് സംഗീത സംവിധായകൻ സംഗീതം പകരുമായിരുന്നു. പിന്നീട് ആദ്യമേ സംഗീതം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പാട്ടെഴുതാനായിട്ട് ആവശ്യപ്പെട്ട സമയങ്ങളുണ്ട്. അപ്പോൾ അത് കുറച്ച് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ശൈലിയിലേക്ക് ഞാൻ പയ്യെ വരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ആ ശൈലി ഒരുവിധം സ്വായത്തമായതിനു ശേഷമാണ് ഈ പാട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് സത്യത്തിൽ ഈ പറഞ്ഞ തനിയാവർത്തനത്തിൻ്റെ രൂപത്തിൽ വന്നത് എനിക്കും ഒരു അതിശയമാണ്. കാരണം ഒരു വരി വന്നു, അത് കഴിഞ്ഞ് അടുത്ത വരി വന്നു, അത് എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് കൃപയുടെ വഴികൾ. അതൊരു ഒഴുക്കായിരുന്നു. ഞാനത് ഓർക്കുമായിരുന്നു. ഞാനിങ്ങനെ ഇത് ഈശ്വര സമനാം മാനവചരിതം രചിച്ചു അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. അമലോത്ഭവയായ കന്യകാമേരിയിൽ നിന്നും പരമാത്മജൻ പിറന്നു. എനിക്ക് തോന്നുന്നു ഈ 15 മിനിറ്റിൻ്റെ ഒരു കീർത്തനം 15 മിനിറ്റ് മാക്സിമം ഒരു 25 അരമണിക്കൂർ എടുത്തിട്ടില്ല ഞങ്ങൾ. മാക്സിമം അരമണിക്കൂർ 30 മിനിറ്റിന് മുമ്പ് ഈ കീർത്തനം റെഡിയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് സ്വരങ്ങൾ വേറെ ഒരു വാക്കുകൾ പോലും മാറ്റേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ അത്ഭുതം. എന്നെ സംബന്ധിച്ച് സാധാരണ ഞാനും കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല ആൾക്കാരെ കൊണ്ട് കാണിച്ച് പല വെട്ടിത്തിരുത്തുകളൊക്കെ വരുത്തിയാണ് ഇത് പലപ്പോഴും കീർത്തനങ്ങൾ രചിക്കുന്നത്. കാരണം അതിൻ്റെ ആ മുഴ വരൽ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തനം സ്വരങ്ങൾ പാടുന്നു, അതനുസരിച്ച് അപ്പം തന്നെ അതിൻ്റെ സാഹിത്യം ഇങ്ങനെ വരുന്നു. ഒരു വലിയ അത്ഭുതകരമായിട്ടൊരു കാര്യമായിട്ടാണ്, ഒരു വലിയ മിറക്കളാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു അത്ഭുതം, കർത്താവിൻ്റെ അത്ഭുതം, കാനായിലെ കല്യാണങ്ങളുടെ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നൊരു അത്ഭുതം എനിക്ക് കാണാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഈ കീർത്തനത്തിൽ കൂടെ. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ഞാൻ ഇങ്ങനെ എഴുതുന്നൊന്നും ആയിരിക്കരുത്, വെട്ടിത്തിരുത്തും ഒക്കെയുള്ള പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇത് ഈ കീർത്തനത്തിൻ്റെ ആ സ്വരങ്ങൾക്കൊപ്പം സാഹിത്യം വന്ന് വീഴുന്നു. അത് ഞാനൊരു എഫേർട്ട് എടുക്കുന്നതല്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ടേക്ക് വരുമോ? അതങ്ങനെ വന്നതാ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ, കൃപയുടെ ഒഴുക്കുണ്ടല്ലോ, ആ കൃപയുടെ പ്രവർത്തനത്തിന് പരിമിതിയില്ല എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഈ നിത്യതീർക്കുന്ന നിമിഷങ്ങൾ എഴുതിയപ്പോഴും ഇത് തന്നെയായിരുന്നു. എഴുതാനായിട്ടിരുന്ന് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് ഓർമ്മയിൽ നിന്ന് പകർത്തുന്നത് പോലെ അതങ്ങ് എഴുതി പോകുമായിരുന്നു. എന്നാൽ ആരാധിച്ചിടാൻ കുമ്പിട്ട് ആരാധിച്ചിടാൻ എന്നുള്ള പാട്ട് കുറേ നേരം ഈ ട്യൂൺ കേട്ട് ഇരുന്നിട്ട്
പിന്നെ എഴുതാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എഴുതി, പക്ഷേ കുറേ നേരം ഇരുന്നു ധ്യാനിച്ച്, എന്നിട്ടാണ് ആ വാക്കുകൾ ഉള്ളിൽ സംഗ്രഹിച്ച് കിട്ടിയത്. അങ്ങനെ ഓരോ പാട്ടിനും ഓരോ രീതിയുണ്ട്. ഇത് എന്നെ അതിശയിപ്പിക്കാൻ കാരണം, ഇത് ഞാൻ അത്രയൊന്നും ഒരുങ്ങിയില്ലായിരുന്നു. കാരണം ഈ ജോജോ എന്ന് പറയുമ്പോഴാണല്ലോ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഞാൻ അന്നേരമാണ് അച്ഛനെക്കുറിച്ച് ഇതിനോട് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് അതാണ് അച്ഛനടുത്ത് പിന്നെ വരുന്ന വാക്ക് എന്ന് പറയുന്നത് നമ്മൾ നീതി സൂര്യനായ കർത്താവിൻ്റെ, അതായത് മലോത്ഭവ മാതാവിൽ നിന്നും ജനിച്ച് അത് പിന്നെ നീതി സൂര്യനായി വരുന്നതും, അതൊരു ആ കീർത്തനത്തെക്കുറിച്ച് അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാപ്തി നമ്മൾ ശരിക്കും ആൾക്കാർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു കാലത്ത് ഭാരതത്തിൽ അറിയപ്പെടുന്ന ഒരു കീർത്തനമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ കച്ചേരികളിൽ ഇതെപ്പോഴും പാടാറുണ്ട്. എനിക്ക് തനിയെ വരുന്ന ഞങ്ങൾ ഒത്തിരി കച്ചേരികൾ പാടാറുണ്ട് ക്രിസ്ത്യൻ ക്ലാസിക്കൽ സംഗീതമായിട്ട്. സുഗന്ധ സംഗീതം എന്നാണ് ഞങ്ങൾ കച്ചേരിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ തന്നെ നമ്മുടേതായ ശൈലിയിൽ പാട്ട് എഴുതി അതിന് നല്ല എഴുത്ത് നല്ല കൃപയുള്ള ഈ അച്ഛനെ നമുക്ക് ധാരാളം അച്ഛന്മാർ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് കീർത്തനങ്ങൾ എഴുതുന്ന ഈ അച്ഛന് ഞാൻ പൂവത്തങ്കലച്ചനല്ലേ, പോൾ പൂവത്തങ്കലച്ചൻ, അദ്ദേഹത്തിന് വേണ്ടി ഒരു കീർത്തനം ഇതുപോലെ എഴുതിയിട്ടുണ്ട്. അത് അച്ഛനും ധാരാളം കച്ചേരി ചെയ്യുന്ന ആളാണ് പോൾ പൂവത്തങ്കലച്ചൻ. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത്, നാഥാ നിണപഥം ഭജേഹം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോട്ടയത്തിലെ MP ജോർജനുണ്ട് കച്ചേരി പാടുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഒത്തിരി കീർത്തനങ്ങൾ ആലപിക്കുന്നത്. അപ്പോൾ ഈ കീർത്തനത്തെ ഒരു ഭാരതത്തിൽ ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു സ്വരങ്ങൾ 4 പാർട്സ് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ അതിമനോഹരമായൊരു സിംഫണിയായിട്ട് തന്നെ പോലും ഇത് ചെയ്യാൻ സാധ്യതയുള്ളൊരു കീർത്തനമാണ്. ആ വിഷയത്തെക്കുറിച്ച് ഒരിക്കൽ ജെറി അമൽദേവ് സാർ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ സ്വരങ്ങളുടെ ആ പദവിന്യാസം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അംബരീഷ് ബാൻഡിൻ്റെ പോലെ. അപ്പോൾ അത് ആദ്യമായിട്ട് ഭാരതത്തിൽ ഇതിനൊരു ക്രിസ്ത്യൻ കീർത്തനമാണ് ഉണ്ടായിരിക്കുന്നത്. വേറെ ആരും ഇതിനൊരു കീർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ രചിച്ചിട്ടില്ല എന്നുള്ളതൊരു അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. കാരണം അത് നമുക്കാണ് ഇതിനൊരു ഭാഗ്യം ലഭിച്ചത്. ഞാനതിന് ഒത്തിരി അച്ഛനോട് നന്ദി പറയുകയും അതോടൊപ്പം പ്രാർത്ഥന ഇനിയും കൂടുതൽ കീർത്തനങ്ങൾ അച്ഛൻ എഴുതാനുള്ള അങ്ങനെ ഒരു അവസരം എനിക്കും ലഭിച്ചത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ വളരെയധികം പ്രാർത്ഥനയോടുകൂടിയാണ് ഇത്. കാരണം ഇതൊരു മാസ്റ്റർ പീസായിട്ട്, അതായത് നിത്യ തീർക്കുന്ന വിഷയങ്ങളെ പോലെ തന്നെയുള്ളൊരു കൃത്യമായി വരണം എന്നൊരു വലിയ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്കെപ്പോഴും അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഉടനെ സ്റ്റേഷനിലേക്കൊക്കെ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവിടെയും പ്രചരിപ്പിക്കാം. തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാമിന് വിളിച്ചിട്ടുണ്ട്. ഈ കീർത്തനം പാടാൻ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ഒരു കാര്യം, ഈ ക്രിസ്തീയ ഗായകർക്ക് അല്ലെങ്കിൽ ഭാഗവതന്മാർക്ക് ക്രിസ്തീയ കീർത്തനങ്ങളില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അതെ, അതിനും ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇനിയും പുതിയത് ഉണ്ടായേ പറ്റും. അതെ, നമ്മുടെ ശാഖയിൽ നമുക്കാണ് ഒത്തിരി തീംസ് ഉണ്ട്. അതായത് ബൈബിളിൽ കീർത്തനങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ എനിക്കൊന്ന് കോടാനുകോടി കീർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് നമ്മുടെ ബൈബിള്. അത് ഭാരതത്തെ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ മേഖലയിലേക്ക് വരുവാനായിട്ട് മറ്റുള്ള മതസ്ഥർ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ അതുവഴി പ്രകീർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റെയൊക്കെ ഒരു ലക്ഷ്യം അതാണ്. തീർച്ചയായിട്ടും ഇത്രയും അച്ഛന്മാരെ പോലെ തന്നെ ഞങ്ങൾക്കും അൽമേയർക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് ഒത്തിരി പ്രവർത്തനങ്ങൾ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കും. നമ്മൾ മനസ്സായ മാത്രം മതി. അത് എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഒന്നും കർത്താവിൻ്റെ അനുഗ്രഹം, കർത്താവിൻ്റെ കൃപ, സ്നേഹം മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കുക. സ്നേഹത്തിൻ്റെ ആ പൂർത്തീകരണം കീർത്തനങ്ങളിൽ കൂടി, സ്വരങ്ങളിൽ കൂടി നമുക്ക് ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തൊടുക. സ്വരങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ തൊടുന്നതാണ് സംഗീതം. അതായത് മറ്റുള്ള ആത്മാവിലേക്ക്. അപ്പോൾ അതിന് നല്ല വചനങ്ങളെ കൊണ്ട് ഹൃദയത്തെ തൊടുമ്പോൾ ആശയം കൊണ്ടും സത്യം കൊണ്ടും തൊടണം. അതെ, ആശയം കൊണ്ടും സത്യം കൊണ്ടും വരുമ്പോഴത്തേക്ക് അത് നല്ല പൂർത്തീകരണമായി, നല്ല കോമ്പിനേഷനായി അന്നേരം അത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയും കൂടെ ഒന്ന് പാടട്ടെ, എൻ്റെ ബാക്കി പാട്ടും കൂടെ ഒന്ന് എൻ്റെ കീർത്തനത്തിൻ്റെ. നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ, നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ, ത്രിത്വൈക ദൈവം സമ്പൂർണമായി അവനിൽ മനുഷ്യാവതാരം ചെയ്തു, പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു, കരുണാമയൻ ഈശ്വര കൃപയായി വന്നു. അച്ഛൻ ഈ പ്രിയമാനസ എന്നുള്ള ആ കീർത്തനം പാടുമ്പോൾ അച്ഛനോട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ അങ്ങ് കുളിര് കോരിയിട്ടെന്നാണ് പറഞ്ഞത്. അതായത് പ്രിയമാനസനൊരു ബലിയായി തീർന്നു. അതായത്
ഈശോ തന്നെ ബലിയായിട്ട് തീരുന്ന ആ ഭാഗം അച്ഛൻ അത്രയും ഹൃദയത്തിൽ ഹൃദയസ്പർശിയായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. വായിച്ച് പാടി വന്നപ്പോൾ ആ പാട്ടിലൂടെ ഉണ്ടാകുന്ന ഒരു സ്പർശനം ഉണ്ടല്ലോ, അത് പ്രിയമാനസിനൊരു ബലിയായി തീർന്നു. അപ്പോൾ അച്ഛൻ ആ ഈശോയായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ആണ് എനിക്കത് മാത്രമല്ല ഇപ്പോഴും അത് പാടി ആ ഈശോയെക്കുറിച്ചുള്ളൊരു ബന്ധം, ഇതാണ് ശരിക്കും ദൈവവിളി. ഈശോയെക്കുറിച്ചുള്ളൊരു ബന്ധം, ആ ബന്ധം അച്ഛനൊക്കെ നേരത്തെ സ്പാർക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ മറ്റുള്ള ഇനിയും തലമുറകളിലേക്ക് ഇങ്ങനെയുള്ള സ്പാർക്ക് ചെയ്തവർ അല്ലെങ്കിൽ ദൈവവിളി ഉള്ളവർ നമ്മുടെ സഭയിൽ വരുമ്പോഴത്തേക്ക് അത് വലിയൊരു സംവിധാനമായിട്ട് മാറുകയാണ്. വളരെ അതായത് മോശയെ പോലെ, അഹ്റോനെ പോലെ, ജോഷുവയെ പോലെയൊക്കെയുള്ള വളരെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരായിട്ട് തീരുന്ന വൈദികരുള്ളതുകൊണ്ടാണ് ശരിയും കൗൺസിലിങ് അല്ലെങ്കിൽ നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും അറിവില്ല. മറ്റുള്ള മാസ്റ്ററുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴും അവർ പറയും നിങ്ങൾക്ക് സംസാരമുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അച്ഛന്മാരോടൊന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവരെ അറിയിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. നമ്മുടെ ഭാരതത്തിൽ മറ്റുള്ള മതസ്ഥരെയും ഈ ഒരു സത്യത്തെ അറിയിക്കേണ്ട ഒരു കടമ ക്രിസ്ത്യാനികളായ നമുക്ക് ഉണ്ടെന്നുള്ളത് ഇത് വളരെ വാസ്തവമായിട്ടൊരു കാര്യമാണ്. സത്യം പറയുന്നതിൻ്റെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണത്. സന്തോഷ വാർത്തയാണല്ലോ സദ്വാർത്ത. അത് പറയാനായിട്ട് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എവിടെയും ആരോടും പറയാം. കേൾവിക്കാർക്ക് സന്തോഷവും സൗഖ്യവും ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ആ സത്യത്തെ അച്ഛൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വളരെ മനോഹരമായൊരു ബുക്കാണ്. പിന്നെ ബാക്കി കൂടെ ചെന്ന് പാടി. പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു, കരുണാമയനീശ്വര കൃപയായി വന്നു, പാപിയെ തേടി വന്ന ഗുരുവരന് അടിയനു ശരണം നീ. അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു, അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു, യേശുവേ നിരക്ഷയേകി ഉൾക്കണ്ണു തുറന്നു തരണേ. ആശ്രയമിനി നീയൊരുവനിലാണെന്നും എങ്ങും ഹൃതിയുടെ നാൾ മനസ്സിനെ നീറ്റുമ്പോൾ മറുവഴി നീ തരണേ. കർത്താവേ നീ അറിയുന്നു മനുജന്റെ വേദന, മരണത്തെ ജയിച്ചവൻ നീയല്ലോ, മരണത്തെ ജയിച്ചവൻ നീയല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്ഥാനം ചെയ്ത മിശിഹായുടെ ആ കാര്യം വന്നു കഴിഞ്ഞു, പൂർണ്ണതയെത്തി. അന്നേരം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്വരങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഇത് മതി, ഇത്ര അപ്പോൾ നല്ല പൂർണ്ണതയായത്. പിന്നെ അത് ഞങ്ങൾ ആ സ്വരങ്ങളിട്ട് പിന്നെ വളരെ നാളുകൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ നല്ല പദമാക്കി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ കീർത്തനം കച്ചേരിക്ക് പാടാനായിട്ട് ആരംഭിക്കുന്നത്. പിന്നെ അതൊരു CD ആക്കി. ആ CD-യുടെ പേര് കൃതജ്ഞാ സ്തോത്രങ്ങൾ എന്നാണ്. ആ CD-യിൽ അച്ഛൻ്റെ ഈ പാട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയാണ് മധുരമണിയേർ ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടാക്കിയൊരു പാട്ടാണിത്. അതനുസരിച്ച് നമുക്കൊരു പാട്ട് ട്രെയിനിൻ്റെ താളത്തിൽ, ട്രെയിൻ പോകുന്ന ഒരു സാധാരണ താളത്തിൽ, ഒരു ആദ്യ താളത്തിൽ, അതിൽ ആണ് ഈ കീർത്തനം ചിട്ടപ്പെടുന്നത്. അത് തിസ്രഗതി എന്നാണ്. ആദ്യ താളം തിസ്രഗതിയാണിത്. ഇങ്ങനെ ട്രെയിൻ പോകുന്ന ആ ഒരു സാധാരണ താളത്തിൽ. ഞാൻ ട്രെയിനിൽ എപ്പം കയറിയാലും എനിക്ക് ഓർമ്മ വരുന്നൊരു പാട്ട് തന്നെ. ട്രെയിനെ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യാറുള്ളപ്പം ശരിക്കും പറഞ്ഞാൽ അത് സ്പീഡ് എടുക്കുമ്പം ഇത് വരത്തില്ല. പക്ഷേ അതിൻ്റെ ഇത് ശരിക്കും രണ്ടാം കാലത്തിൽ ഇത് പാടുമ്പോഴത്തേക്ക് നല്ല സ്പീഡ് എടുക്കുന്ന സമയത്തിന് ട്രെയിൻ പോകുന്ന പോലെ തന്നെ ഇരിക്കും. അതതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കാർ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. ഒരു പക്ഷേ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ ഗാനത്തിൻ്റെ ഒരു മധുരിമ. അതൊരു മാധുര്യമേറിയ ഒരു ഗാനമാണിത്. കാരണം എനിക്ക് ആലപിക്കുമ്പോഴാണെങ്കിലും വലിയ അത്ഭുതമാണ്. അപ്പം അന്ധനായി ഞാനിതാ പലപ്പോഴും നമുക്ക് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഉൾക്കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ അച്ഛനോട് ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു സംസാരം അതിൻ്റെ ഇടയ്ക്ക് മാത്രം ഉണ്ടായി. എല്ലാവർക്കും കണ്ണുകളുണ്ടെങ്കിൽ ഉൾക്കണ്ണ് തുറന്നാലേ ഈ പാട്ടുകളോ കൃപയൊക്കെ ഒഴിവാക്കും. തിരിച്ചറിവ്. അപ്പോൾ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എനിക്ക് ഈ പാട്ടിൽ കൂടെ ലഭിച്ചിരിക്കുന്നത്. കാരണം വളരെയധികം ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനത്തെ ഉള്ള സ്പെഷ്യലായിട്ടുള്ള കീർത്തനങ്ങൾ പാടാനായിട്ട്. അതുപോലെ ഞാനും ചിന്തിക്കുമ്പോൾ ഏതാണ്ട് എൻ്റെ ഒരു ധാരണ വെച്ച് 100 നൂറ്റാണ്ടെങ്കിലും ആയി കാണും ഈ കീർത്തനം രചിച്ചിട്ട്. അതെ, ഏകദേശം അത്രയും വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴൊരു സാഹിത്യം ഉണ്ടാകാനും അത് എന്നിലൂടെ കർത്താവ് അത് ചെയ്യാനും ഇടയാക്കിയല്ലോ. ഇത് പല ഭാഷയിൽ ചെയ്യാവുന്ന പാട്ടാണ്. ഹിന്ദിയിൽ ചെയ്യാം, പഞ്ചാബി ചെയ്യാം, ഏത് ഭാഷ വേണമെങ്കിലും ഈ പാട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സ്വരങ്ങൾ ഒന്നായുണ്ട്. എങ്ങനെ വേണം സാഹിത്യം ഇതെഴുതി അറിയാവുന്നവരൊന്ന് പറഞ്ഞതാൽ മാത്രം മതി. അച്ഛനുമായിട്ടുള്ള ബന്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ഓടി അച്ഛൻ്റെ അടുത്ത് അച്ഛൻ ഞങ്ങളെ ഈ പാലയിൽ വന്നപ്പോൾ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അച്ഛൻ്റെ അടുത്ത് വന്നൊന്ന് കൗൺസിൽ ചെയ്യുക, അച്ഛനെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പം പലപ്പോഴും വലിയ സന്തോഷത്തോടും സമാധാനത്തോടും നമ്മൾ തിരിച്ചു പോകുന്നത്. കാരണം അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അച്ഛൻ വളരെ ശാന്തനായിട്ടാണ് വർത്തമാനം പറയുന്നത്. അപ്പം നമ്മൾ വളരെ ടെൻഷന്, എനിക്കൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അച്ഛൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആ ബിസിനസ്സിന് ടെൻഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിച്ച് കഴിയുമ്പം വളരെ ശാന്തമായിട്ടുള്ള സ്ഥിതിയോടും വളരെ എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ അച്ഛനെ കണ്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വലിയ ശക്തിയാണ്, വലിയൊരു എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അച്ഛനത് പകർന്നു തരുന്നത് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോഴും എനിക്കൊരു സന്തോഷമുള്ളത് വെച്ചാൽ ജോജോ പാടുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളും കിട്ടുന്ന ആവേശങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഞങ്ങൾ കച്ചേരി പാടുമ്പോൾ ആൾക്കാർക്ക് വളരെ അത്ഭുതമാണ് ഇതെങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കും എന്നുള്ളത്. കാരണം ഈ കച്ചേരി പാടുക എന്ന് പറഞ്ഞാൽ, അതായത് കച്ചേരി എന്ന് പറഞ്ഞാൽ തന്നെ വാദപ്രതിവാദമാണ്. ശരിക്കും കച്ചേരിനുള്ള പേര് തന്നെ അങ്ങനെ വരുന്നത്. സ്വരം ഒരാൾ പാടുന്നു, വയലിൻ വായിക്കുന്നു, അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു പ്രതിവാദത്തിലാണ് കൊണ്ട് രാജസഭയിലൊക്കെ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കച്ചേരി എന്നുള്ള പേര് വന്നത്. അപ്പോൾ ജോജോ ഇനി ബാക്കിയുടെ അങ്ങ് പാടും. തീർച്ചയായിട്ടും. സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ, നീതി സൂര്യനായ യേശു ദാവീദിന്റെ രാജവംശജൻ, ത്രിത്വൈക ദൈവം സമ്പൂർണമായി അവനിൽ മനുഷ്യാവതാരം ചെയ്തു, പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു, കരുണാമയനീശ്വര കൃപയായി വന്നു, പ്രിയമാനസനവനൊരു ബലിയായി തീർന്നു, കരുണാമയനീശ്വര കൃപയായി വന്നു, പാപിയെ തേടി വന്ന ഗുരുവരന് അടിയനു ശരണം നീ, അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു, അന്ധനായി ഞാനിതാ പാദാന്തികത്തിൽ നിൽക്കുന്നു, യേശുവേ നിരക്ഷയേകിയുൾക്കണ്ണു തുറന്നു തരണേ, ആശ്രയമിനി നീയൊരുവനിലാണെന്നും എങ്ങും ഹൃതിയുടെ നാളം മനസ്സിനെ നീറ്റുമ്പോൾ മറുവഴി നീ തരണേ, കർത്താവേ നീ അറിയുന്നു മനുജന്റെ വേദന, മരണത്തെ ജയിച്ചവൻ നീയല്ലോ, നിനി സനി ധനി രിരി സസ ദദ പപ ദപ ഗാമ സസ പപ ഗാമ മരിഗ പപ രിരി ഗഗ സാ, നീ ധനി രി സ ദ പ പമ ഗ പ സ നീ ദ ഗ മ ദ പ ഗ സ ഗ പ ത പ മ ഗ രി സ രി ഗ പമ ഗ പ സ നീ ദ ഗ മ ദ പ ഗ സ ഗ പ ത പ മ ഗ രി ധ നി സ ത പ മ ഗ രി ധ നി സ ത പ മ ഗ രി ധ നി സ ഗ പ സ ഗ. ചെന്നിനി ഞാൻ പിന്നെ ഇറങ്ങാൻ പോകുന്നത് പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലായിടത്തും പാടാൻ, കീർത്തനം എല്ലായിടത്തും പാടണം. തീർച്ചയായിട്ടും ഇത് മറ്റ് ഭാഗവതന്മാരോട് ഇത് പറയണം. അതെല്ലാം ഈ ദേശം മുഴുവൻ ഇത് കീർത്തനമാകട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി നന്ന ശബ്ദത്തിൽ പാടുവാനായിട്ട്. വരുവാനാവും അത് ജീവിക്കുന്നത്. ഏതോഹരം ശുഭ്രതേജോമയം ആത്മാവിലാനന്ദ പുളകോദ്ഗമം ആരാധനീയം സച്ചിദാനന്ദം മുക്തിപ്രദം ദിവ്യസന്നിധാനം ചേതോഹരം ശുഭ്രതേജോമയം ആത്മാവിലാനന്ദ പുളകോദ്ഗമം ആരാധനീയം
സച്ചിദാനന്ദം മുക്തിപ്രദം ദിവ്യസന്നിധാനം